ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കും സുഖമാണ്. ഇന്നൊരു കിടിലൻ ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. ഒരുപാട് പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനെ ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. മീഡിയം സൈസ് പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കുക്കറിലേക്കിട്ട് ഒരു 10 വിസിൽ വരെ അടുപ്പിക്കാം. ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ് വിസിലിൻ്റെ എണ്ണം കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടൂ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാളാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടി ഇട്ടാലേ ബീഫ് ഫ്രൈ നല്ല കിടിലനാകത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും തേങ്ങാക്കൊത്ത് മസ്റ്റാട്ടോ. അതൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച ബീഫും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി കിടിലൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബീഫ് ഫ്രൈ ആണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.